പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണം നടന്നു വരുന്ന ഈ വേളയിൽ ഇന്ന് നമ്മുടെ ചാനലിൽ പ്രഭാഷണ പരമ്പരയിൽ വസിഷ്ഠ മഹർഷിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. ഇത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ബിനി അരവിന്ദ്ജിയാണ്. ബിനിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഭരതലക്ഷ്മണ ശത്രുഘ്ന ഹനുമത് സീതാരാമചന്ദ്രായ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണ്ണരാമായണം. നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ബിനി അരവിന്ദ്. കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയുടെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മഹർഷിമാരിൽ ശ്രേഷ്ഠനും ബ്രഹ്മതേജസ്വിയുമായ വസിഷ്ഠ മഹർഷിയെ നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. ആദിയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായി ബ്രഹ്മദേവൻ 21 പുത്രന്മാരെ സൃഷ്ടിച്ചു. അവരാണ് പ്രജാപതികൾ എന്നറിയപ്പെടുന്നത്. അവരിൽ ഒരാളായിരുന്നു മഹാതപസ്വിയും ശാന്ത പ്രകൃതിക്കുടമയും മഹാപക്വമതിയുമായ വസിഷ്ഠൻ. സപ്തർഷിമാരിൽ ഒരാളായും വസിഷ്ഠ മഹർഷി അറിയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ പ്രാണനിൽ നിന്നു ജനിച്ചു എന്നും പറയപ്പെടുന്നു അദ്ദേഹം. പുരാണങ്ങളിലെ നിത്യസാന്നിധ്യമായ ഒരു മഹർഷിയായിരുന്നു വസിഷ്ഠൻ. അദ്ദേഹം സരസ്വതി നദിക്കരയിലെ പ്രശാന്ത സുന്ദരമായ ആശ്രമത്തിൽ കർമാനുഷ്ഠാനങ്ങളോട് കൂടിയാണ് താമസിച്ചിരുന്നത്. കർദമ മഹർഷിയുടെയും ആഹൂതിയുടെയും മകളായ അരുന്ധതിയാണ് വസിഷ്ഠ മഹർഷിയുടെ ഭാര്യ. ഇവരുടെ ദാമ്പത്യത്തിൽ 100 പുത്രന്മാരുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രന്റെ പേരാണ് ശക്തി. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ വസിഷ്ഠൻ സൂര്യവംശത്തിന്റെ കുലഗുരുവും കൂടിയാണ്. ഭാരതത്തിലെ പ്രഗത്ഭരായ നിരവധി രാജാക്കന്മാരുടെ ഗുരുവായിരുന്നു വസിഷ്ഠ മഹർഷി. എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരുന്ന പശുവായ കാമധേനുവിന്റെ മകളായ നന്ദിനിയും വസിഷ്ഠ മഹർഷിയുടെ സ്വന്തമായിരുന്നു. അതുപോലെ അയോധ്യാധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെയും ഗുരുവായിരുന്നു വസിഷ്ഠൻ. വസിഷ്ഠൻ മഹർഷിയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു ശക്തനായ മഹർഷിയായിരുന്നു വിശ്വാമിത്രൻ. അറിവിലും അനുഭവത്തിലും തുല്യരായിരുന്നെങ്കിലും സ്വതവേ ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കുമൊക്കെ കൂടുതൽ താല്പര്യം വസിഷ്ഠ മഹർഷിയോടായിരുന്നു. അതുകൊണ്ട് തനിക്കൊപ്പമുള്ള കഴിവോടുകൂടിയ വസിഷ്ഠ മഹർഷിയോട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമെന്നറിയാൻ വിശ്വാമിത്ര മഹർഷി ആഗ്രഹിച്ചു. അദ്ദേഹം മഹാവിഷ്ണുവിനെ കണ്ട് തൻ്റെ സംശയം അറിയിച്ചു. ഭഗവാൻ, ഞാനും വസിഷ്ഠനും ഒരേ തപശക്തി നേടിയവരാണ്. തുല്യ കഴിവും അറിവും ഉണ്ടായിട്ടും എല്ലാവർക്കും എന്തുകൊണ്ടാണ് വസിഷ്ഠനെ കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും? ഭഗവാൻ പറഞ്ഞു, മഹാമുനി,
അങ്ങയുടെ സംശയത്തിന് ഒരു ഉത്തരം തരാൻ ഞാൻ അശക്തനാണ്. അങ്ങ് കുറച്ചു കാലം കൂടി ക്ഷമിക്കൂ. ഞാൻ തന്നെ ഈ സംശയം വ്യക്തമാക്കി തരാം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഹാവിഷ്ണു രണ്ടു പേരെയും, വസിഷ്ഠ മഹർഷിയെയും വിശ്വാമിത്ര മഹർഷിയെയും തൻ്റെ അടുക്കൽ ക്ഷണിച്ചു വരുത്തി. രണ്ടുപേരെയും ഒരുപോലെ ആദരിച്ചിരുത്തി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, മഹാമുനികളായ നിങ്ങൾ രണ്ടുപേരും അതിശക്തന്മാരും അറിവുള്ളവരും ആണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യണം. രണ്ടുപേരും നിങ്ങളെക്കാൾ താഴ്ന്നവരായ 100 പേരെ ഊട്ടണം. അതിനുശേഷം എൻ്റെ അടുത്ത് എത്തുക. വിഷ്ണുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് 2 മഹർഷിമാരും പുറപ്പെട്ടു. വിശ്വാമിത്ര മഹർഷി അടുത്ത ദിവസം തന്നെ 100 അല്ല 1000 പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ തന്നെ നടത്തി. അതീവ സന്തുഷ്ടനായി തിരിച്ചെത്തിയ വിശ്വാമിത്ര മഹർഷി ഭഗവാനെ വിവരം ധരിപ്പിച്ചു. എന്നാൽ വസിഷ്ഠ മഹർഷി അപ്പോഴും തിരിച്ചെത്തിയിരുന്നില്ല. രണ്ടുപേരും മഹർഷിയെ കാത്തിരുന്നു. അങ്ങനെ 1 മാസം കടന്നുപോയിട്ടും മഹർഷി തിരിച്ചെത്തിയില്ല. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വളരെ അവശനായി തളർന്ന് അദ്ദേഹം തിരിച്ചെത്തി. വസിഷ്ഠ മഹർഷിയോട് ഭഗവാൻ ചോദിച്ചു, മഹാമുനി, താങ്കൾ തൻ്റെ കർമ്മം ഭംഗിയായി നിർവഹിച്ചു അല്ലേ? വസിഷ്ഠ മഹർഷി വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് അടിയനോട് ക്ഷമിക്കണം. എന്നെ ഏൽപ്പിച്ച കർമ്മം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ കണ്ട വ്യക്തികൾ അവരാരും തന്നെ എന്നേക്കാൾ താഴ്ന്നവരായിരുന്നില്ല. ഞാൻ കുറേയേറെ യാത്ര ചെയ്തു. ഭൂമി മുഴുവൻ തിരഞ്ഞു നടന്നിട്ടും അങ്ങ് പറഞ്ഞതുപോലെയുള്ള, അതായത് എന്നേക്കാൾ താഴ്ന്ന ഒരു വ്യക്തിയെ പോലും എനിക്ക് കണ്ടെത്താനായില്ല. മൃഗാദികൾക്ക് പോലും എന്നേക്കാൾ വളരെ ശ്രേഷ്ഠതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. വസിഷ്ഠ മഹർഷിയുടെ മറുപടി കേട്ട് വിശ്വാമിത്രനോടായി മഹാവിഷ്ണു പറഞ്ഞു, എന്തുകൊണ്ടാണ് എല്ലാവരും വസിഷ്ഠ മഹർഷിയെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? വസിഷ്ഠ മഹർഷി എല്ലാവരെയും തന്നേക്കാൾ ഉന്നതരെന്ന് കാണുമ്പോൾ അങ്ങ് എല്ലാവരെയും തന്നേക്കാൾ താഴെയാണെന്ന് വിശ്വസിക്കുന്നു. താങ്കളുടെ അഹങ്കാരത്തെക്കാൾ വസിഷ്ഠ മഹർഷിയുടെ വിനയമാണ് വലുതെന്ന് ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷിക്ക് വസിഷ്ഠ മഹർഷിയോട് ഒരു ശത്രുത തോന്നിയിരുന്നത്. രാമായണത്തിലെ പ്രശസ്തമായ ഒരു ഭാഗം, അതായത് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തി തൻ്റെ യാഗരക്ഷയ്ക്കായി ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു ഭാഗം. ആ ഭാഗത്ത് പക്ഷേ വിശ്വാമിത്ര മഹർഷിയോട് ദശരഥ മഹാരാജാവിന് കോപമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായ പ്രകാരമാണ് ശ്രീരാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയെ അനുഗമിക്കുന്നതിന് അനുവാദം നൽകിയത്. അതുപോലെ സീതാ സ്വയംവരത്തിനായി മിഥിലാപുരിയിലേക്ക് പോയപ്പോഴും, ഭാർഗവരാമൻ ശ്രീരാമനുമായി ഏറ്റുമുട്ടിയപ്പോഴും, ശ്രീരാമാദികൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വനത്തിലേക്ക് പോയപ്പോഴും, ഭരതകുമാരൻ ജ്യേഷ്ഠനെ വന്ദിക്കുന്നതിനായി മാതാപിതാക്കൾക്കൊപ്പം കാട്ടിലേക്ക് പോയപ്പോഴും, എല്ലാ അവസരത്തിലും വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, അനുവാദവും ഉണ്ടായിരുന്നു. പിന്നീട് രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സീതാദേവിയോടൊപ്പം അയോധ്യയിൽ മടങ്ങിയെത്തി ശ്രീരാമചന്ദ്രനെ മഹാരാജാവായി അഭിഷേകം ചെയ്തതും ധർമ്മിഷ്ഠനും മഹാനുഭാവനുമായ വസിഷ്ഠ മഹർഷി തന്നെയായിരുന്നു. ദക്ഷയാഗത്തിൽ വച്ചാണ് വസിഷ്ഠ മഹർഷി അകാല ചരമമടഞ്ഞത്. പിന്നീട് ബ്രഹ്മദേവന്റെ യാഗാഗ്നിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. രണ്ടാമത് നിമി ചക്രവർത്തിയുടെ ശാപം മൂലം മിത്രാവരുണന്മാരുടെ പുത്രനായി ജനിക്കുന്നു. അങ്ങനെ 3
ജന്മങ്ങൾ മഹർഷിക്കുണ്ടായിട്ടുണ്ട് എങ്കിലും സർവാരാധ്യനായി വസിഷ്ഠ മഹർഷിയായി തന്നെ അദ്ദേഹം ജീവിച്ചു. മഹർഷിമാർക്കിടയിൽ വസിഷ്ഠൻ നേടിയെടുത്ത സ്ഥാനം അത് വളരെ വലുതായി തന്നെ നമുക്ക് കാണാം. ധർമ്മനിഷ്ഠയിലും തപശക്തിയിലും അദ്വിതീയനായിരുന്നു ബ്രഹ്മർഷിയായ വസിഷ്ഠ മഹർഷി. ഇനിയും വളരെ കൂടുതലായി വസിഷ്ഠ മഹർഷിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ബാക്കി ഇനി നമുക്ക് വേറൊരവസരത്തിലാവാം. ഈ രാമായണ മാസത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.